ചിദംബരം വളവിൽ ഫാത്തിമ നഗർ കോളനിയിൽ കുടിവെള്ളം എത്തിയിട്ട് നാളുകളാകുന്നു. പീരിമേഡ് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആരോഗ്യ സംരക്ഷണത്തിന് അത്യാധുനിക യന്ത്രങ്ങളുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഏക സ്ഥാപനം ഫാബിസ് മൾട്ടി ജിം പമ്പനാർ. വെള്ളം വരുന്നുണ്ട്, പക്ഷെ ഫാത്തിമ നഗറിൽ വെള്ളം കയറി വരുന്നില്ല. അത് ഈ മുട്ട ഇരിക്കുന്നവർക്ക് മാത്രം വെള്ളം കിട്ടുന്നില്ല, താഴെ ഉള്ളവർക്കൊക്കെ വെള്ളം കിട്ടുന്നുണ്ട്. ആ പിരി ഇച്ചിരി കൂടുതൽ തുറന്നു വെച്ചാൽ ഞങ്ങൾക്ക് വെള്ളം കിട്ടുമല്ലോ. ഇതിന് മുന്നേ ഈ വെള്ളം തുറന്നിട്ടുണ്ടല്ലോ, ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ. എന്നുവെച്ചാൽ വെള്ളം ഇനി കിട്ടില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇതിന് വേറെ എന്തെങ്കിലും നടപടി എടുക്കാനുള്ള തീരുമാനങ്ങൾ പെണ്ണുങ്ങളെല്ലാം കൂടി ഞങ്ങൾ എടുക്കുകയും ചെയ്യും. ഞങ്ങൾക്ക് വെള്ളം വേണം, ഞങ്ങൾക്ക് വേറെ സാമ്പത്തികമില്ല. എല്ലാവരും എസ്റ്റഡി പോകുന്ന തൊഴിലാളികളാണ്. ഇവിടെ ആരും വൻപാർട്ടികളൊന്നും അല്ല, എല്ലാം കഷ്ടപ്പെടുന്നവരാ. വെള്ളം വിലക്ക് മേടിക്കുവോ, വീട്ടിൽ കഞ്ഞിക്ക് മേടിക്കുവോ? ഇപ്പൊ ഗ്യാസിന് വില കൂടി, വെള്ളം വിലക്ക് മേടിക്കണം, ഗ്യാസിന് വില കൂടിപ്പോയി, സാധനങ്ങൾക്ക് വില കൂടിപ്പോയി. ഞങ്ങൾ വെള്ളം വിലക്ക് എവിടെ നിന്ന് അടിക്കും? അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഇനി വെള്ളം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിന് യാതൊരു കാർഷണയും നോക്കത്തില്ല, ദൈവദർശനം ഇല്ല. ഞങ്ങൾ ഇനി അടുത്ത നടപടി എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്യും. വേനൽ കടുത്തതോടെ കുടിവെള്ളക്ഷാമം രൂക്ഷമാവുകയാണ്. ഹെലിബറിയ കുടിവെള്ള പദ്ധതി ആശ്രയിക്കുന്ന പ്രദേശങ്ങളിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി കുടിവെള്ളം കൃത്യമായി ലഭിക്കുന്നില്ല എന്ന ആക്ഷേപവും ഉയരുന്നു. വന്നപ്പോഴും ഞങ്ങൾക്കൊരു 200 ലിറ്റർ പോലും വെള്ളം കിട്ടിയില്ല. ഇപ്പം ഇന്ന് 12 ദിവസം കഴിഞ്ഞു വെള്ളം. ഞാൻ കഴിഞ്ഞ ദിവസം വന്ന് 1 കുടം വെള്ളം കഴിഞ്ഞാൽ അത്രേ വരുന്നുള്ളൂ. പിറ്റേ ദിവസം വെള്ളം വിട്ടില്ല, അതിന് പിറ്റേ ദിവസം വെള്ളം വിട്ടപ്പോൾ ഒട്ടുമേ കയറിയില്ല. ഇന്ന് അവസാനം എല്ലാവരും അടച്ചു കഴിഞ്ഞ് ഊരി വരുന്നതിൽ വെള്ളം പിടിച്ചു വെച്ചാൽ ഞാൻ വെള്ളം ഞങ്ങളുടെ ആവശ്യത്തിന് എടുക്കുന്നത്. അത്രമാത്രം മോശമായിട്ട് ഇവിടെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വെള്ളം വരാത്ത ഏരിയ ആണെങ്കിൽ നമുക്കൊരു വെള്ളം കയറി വരുന്നില്ല, പക്ഷെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് വെള്ളം കിട്ടിക്കൊണ്ടിരുന്ന ഏരിയയിലാണ് ഇപ്പം വെള്ളം കിട്ടാത്തത്. ഇവിടെ എത്ര വീടുകൾക്ക് ഈ ഒരു പ്രശ്നം ഇപ്പോൾ ഉണ്ട്? ഇപ്പം ഒരു 10-20 വീടിൻ്റെ അടുത്ത് പ്രശ്നമുണ്ട്. കാരണം താഴെ വീട് ഈ റോഡിന് താഴ്വശത്തേക്ക് വെള്ളം കിട്ടിക്കൊണ്ടിരുന്നവർക്ക് ഇന്നലെ ഒട്ടും കിട്ടിയില്ല. അപ്പം ആ രീതിയിലേക്ക് വെള്ളം കയറി പോയിട്ട് ഇങ്ങോട്ട് വരുന്നില്ല എന്നുള്ളതാണ്. ചിദംബരം വളവിൽ ഫാത്തിമ നഗർ കോളനിയിൽ കഴിഞ്ഞ 12 ദിവസങ്ങളായി വെള്ളം എത്തിയിട്ടില്ല. ഇതേ കോളനിയിലെ ഒരു ഭാഗത്ത് വെള്ളം വരുമ്പോൾ ഉയരം കൂടിയ പ്രദേശങ്ങൾ വെള്ളം എത്തുന്നില്ല എന്നും 20-ലേറെ കുടുംബങ്ങൾ കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുന്നതായും വാർഡ് മെമ്പർ എം ശേഖർ അറിയിച്ചു. ഈ പ്രദേശങ്ങളിൽ പഞ്ചായത്തിൻ്റെ കുടിവെള്ളം എത്തിക്കാൻ ശ്രമിക്കുന്നതായും, എന്നാൽ ഹെലിബറിയ കുടിവെള്ള പദ്ധതിയിലെ വെള്ളം എത്താത്തിടത്തോളം കാലം ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് നേരിടുന്ന കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ ചിദംബരം വളവ് ഫാത്തിമ നഗറിൽ കുടിവെള്ള പ്രശ്നം വളരെ ബുദ്ധിമുട്ടാണ്. ഇന്നലെ ഏതാണ്ട് 10-12 ദിവസം കഴിഞ്ഞ് വെള്ളം കിട്ടിയിട്ടവർക്ക് ഇവിടെ ഇന്നലെ വെള്ളം വരുമെന്ന് പറഞ്ഞു, മിനിയാന്ന് പറഞ്ഞ് തലേദിവസം വരുമെന്ന് പറഞ്ഞു. പക്ഷെ എന്നാൽ ഈ 3 ദിവസം വന്നില്ല. ഇന്നലെയാണ് 2 മണിക്ക് ഞാൻ നേരിട്ട് രാത്രി 2 മണിക്കാണ് വെള്ളം തുറക്കുന്നത്. 2, 3, 4 മണിക്ക് ഞാൻ നേരിട്ട് ഇവിടെ സ്ഥലത്തിൽ വന്ന് നോക്കുമ്പം ആർക്കും തന്നെ വെള്ളം കിട്ടുന്നില്ല. പല സ്ഥലത്തെങ്കിലും പാമനാറ സ്ഥലത്തിൽ ചിലപ്പോൾ നിറഞ്ഞ് രാത്രിയിൽ വെറുതെ റോട്ടിൽ കൂടി വെള്ളം പോകുന്നു. ഈ ഭാഗത്ത് വെള്ളം എന്താണ് വരാത്തെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല. ആൾക്കാർക്ക് ഭയങ്കര ആശങ്കയാണ്. വെള്ളത്തിൻ്റെ പ്രശ്നം കൊണ്ട് ഇവിടെ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. അതിനുവേണ്ടി ഞാൻ പലപ്പോഴും പഞ്ചായത്തിൽ നിന്ന് 100-200 ലിറ്റർ വെള്ളം കൊടുത്തിട്ടൊന്നും കാര്യമൊന്നും ആകുന്നില്ല. കാരണം അതുകൊണ്ട് ജപ്പാൻ കുടിവെള്ള പദ്ധതി ഇവിടെ കിട്ടിയാൽ മാത്രമേ ഉള്ളൂ ഇവിടെ ശാശ്വത പരിഹാരം കാണുവാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഈ ഫാത്തിമ നഗർ ഇവിടെ താമസിക്കുന്ന പ്രിയപ്പെട്ട ആളുകൾക്ക് കൃത്യമായി വെള്ളം കൊടുത്തില്ല എങ്കിൽ ഇത് ഇവിടെ ആളുകളൊക്കെ എന്നെ വിളിച്ചു വരുത്തിയതായിരുന്നു. ഇന്ന് വിഷുവായിട്ട് പോകുന്നു. പക്ഷേ എന്നാൽ നാളെ ഞങ്ങൾ വാട്ടർ അതോറിറ്റിയിൽ സമരത്തിലേക്ക് ഞങ്ങൾ പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. കാരണം ഇനിയും വെള്ളമില്ലാതെ ഇവിടെ ജീവിക്കാനോ മനുഷ്യനെ കൊണ്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അധികാരികൾ വെള്ളം കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഹെലിബറിയ കുടിവെള്ള പദ്ധതിയുടെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായി വരികയാണ്. ഇത് പരിഹരിക്കുന്ന അധികൃതർ വേണ്ട നിലപാടുകൾ സ്വീകരിക്കുന്നില്ല എന്ന ആക്ഷേപവും നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉയരുന്നു. പാചകവാതകത്തിന് അവശ്യ സാധനങ്ങളും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് കുടിവെള്ളവും വില കൊടുത്തു വാങ്ങേണ്ട അവസ്ഥയാണോ എന്ന് വീട്ടമ്മമാർ ചോദിക്കുന്നു. വേനൽ കടുക്കുകയാണ്, ഒപ്പം കുടിവെള്ളക്ഷാമവും. കുടിവെള്ളം എത്തിക്കുക എന്നത് ജലവിതരണ അതോറിറ്റിയുടെ ഉത്തരവാദിത്വമാണ്. അറ്റകുറ്റപ്പണികളുടെ പേര് പറഞ്ഞ് ഇപ്പോൾ ഉണ്ടാകുന്ന കുടിവെള്ളക്ഷാമത്തിന് പൊടിമറ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന അധികാരികൾ കണ്ണു തുറക്കണമെന്ന് പീരിമേഡ് ലൈവ് ന്യൂസ് ആവശ്യപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് പീരിമേഡ് ലൈവ്.